അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന ദുആ തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ള ഒരു ദുആയാണ്. തീർച്ചയായിട്ടും തഹജ്ജുദ് നമസ്കാരം കൃത്യമായിട്ട് തന്നെ നിസ്കരിക്കുന്നവരാണെങ്കിൽ, അതല്ല ഇനി നിസ്കരിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ആ രാത്രിയുടെ ഒരു സമയം, അതായത് പകുതി സമയമാകുമ്പോൾ, ഏകദേശം ഒരു 2:30-3 മണി സമയത്തോടനുബന്ധിച്ച് നമ്മൾ എണീറ്റ് നമസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിനെയാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. ആ സമയങ്ങളിൽ എല്ലാ ജീവജാലങ്ങളും അതുപോലെ തന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ദുആ സ്വീകരിക്കാൻ ആ സമയം പോലെ മികച്ച ഒരു സമയം വേറെ ഇല്ലെന്ന് വേണം പറയാൻ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നാണ് ആ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തഹജ്ജുദിലെ സുജൂദ് എന്ന് പറയുന്നത്, നമ്മൾ അത്രയധികം കരഞ്ഞുകൊണ്ട് നമ്മുടെ ദുആ അർപ്പിച്ചുകൊണ്ട് പടച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട് റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ദുആ ചൊല്ലിക്കൊണ്ടാണ് എങ്കിൽ നമ്മുടെ കാര്യങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങളും നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും. ദുആ ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഹതിക വബിമുഗാഫതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഇൻഷാ അല്ലാഹ് ഇതാണ് ദുആ. വളരെ ചെറിയൊരു ദുആയാണ്, നിങ്ങൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ചൊല്ലി പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു അതിമഹത്തായ ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് അത് പഠിക്കുവാനും എളുപ്പവുമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം ഈ ദുആനെ നല്ല കൃത്യമായിട്ട് നല്ല നല്ല രീതിക്ക് തന്നെ പഠിക്കുക, കാണാതെ പഠിക്കുക. നമുക്ക് ചൊല്ലും എന്ന ഉറപ്പോടുകൂടി നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കാരം ഇല്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, അത് തുടങ്ങാൻ തന്നെ നോക്കുക. കാരണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നടക്കണമെങ്കിൽ ഇതുപോലുള്ള തഹജ്ജുദ് നിസ്കാരവും അതുപോലെ തന്നെ സുജൂദിന്റെ സമയങ്ങളും ഒക്കെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ സമയത്ത് ഈ ചെറിയ ദുആ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആവശ്യവും കാര്യകാരണങ്ങളും സഹിതം അള്ളാഹുവിനോട് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോട് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ദുആ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ആ ആവശ്യം നമ്മൾ നിയ്യത്ത് ചെയ്യണം ആദ്യം. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇതുപോലുള്ള എല്ലാ നടക്കാത്ത കാര്യങ്ങളും, നമ്മൾ ഒരുപാട് നാളുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ആ ഉത്തരം കിട്ടാത്ത ദുആ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഓതിയാൽ നടക്കാത്തതായിട്ട്, അല്ലെങ്കിൽ ഓതി ദുആ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ കാണുകയില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇത് ഓതുവാനും തഹജ്ജുദ് നിസ്കാരം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുവാനും ഉള്ള തൗഫീക്ക് അള്ളാഹു കനിഞ്ഞ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ഇത് ഓതി തഹജ്ജുദ് നിസ്കാരത്തിന്റെ സുജൂദിന്റെ ആ സമയത്ത് ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും നന്മയും ചൊരിയുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കടങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പലവിധ ആപത്തുകളെ തൊട്ടും നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. ലൈക്ക് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണല്ലോ, ഇൻഷാ അല്ലാഹ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അറിവ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്കും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ കമന്റിൽ നിങ്ങളുടെ ഒരു സലാം ഇൻഷാ അല്ലാഹ് അറിയിക്കുമല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ദുആ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക, ദുആ വസിയത്തോടു കൂടി. പിന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ കിട്ടുന്നത് ഒരു സ്വതക്കയാണ്, അത് നിങ്ങൾ പാഴാക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് കരുതുന്നു.
പിന്നെ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക, അതും ചെയ്യുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അസ്സലാമു അലൈക്കും. വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാ അല്ലാ.